ഗൈസ്, ഞാൻ അപ്പു, അഞ്ജു. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് ആയിട്ടാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ വെച്ചാല് എല്ലാരും ചെയ്യുന്ന പോലത്തെ ചലഞ്ച് തന്നെയാണ്. അത് ഞങ്ങളുടെ ഒരു രീതിക്ക് ചെയ്യാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാല് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അത് സ്മെല്ലും ടേസ്റ്റും വൈറ്റും ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ള ചലഞ്ചാണ്. അതിൽ ജയിച്ചു കഴിഞ്ഞു ചോദിച്ചാൽ ഓക്കെ, ഒരു പോയിന്റ്. അല്ല തോറ്റു കഴിഞ്ഞു ചോദിച്ചാൽ അതിനനുസരിച്ച് പണിഷ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് ചാൻസ് കൊടുക്കുന്നത് ഇവനാണ് ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാനൊരു വികാര ജീവിയാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മൾ കൊടുക്കുന്ന പണിഷ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് പറഞ്ഞുതരാം ആദ്യം. അപ്പൊ നമ്മള് പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് വേറൊന്നുമല്ല, അരിപ്പൊടി. ആരെ തോറ്റു വെച്ചാ തൂങ്ങുന്നതായിരിക്കും. ശരി, ഇനിയിപ്പോ എന്നാ ശരി, അത് തുടങ്ങല്ലേ. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മള് ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ ലിക്ക് ചെയ്യാണോ പിന്നെന്താണ് ബൈറ്റ്, ഇങ്ങനെ 3 എഴുതി വെച്ചിട്ടുണ്ട്. നമ്മള് അതിൽ ഏത് സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അതിന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളൊരു ബൗളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം അത് ഒന്ന് ചൂസ് ചെയ്യും. നീയെ സപ്ലൈ ചെയ്യും, കാണുന്ന തരത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്നു. ലിക്കാണ്, അതായത് നീ നക്കിയാണോ അത് കണ്ടുപിടിക്കാൻ. ഓക്കെ, നക്കി കണ്ടുപിടിക്കല്ല, കിട്ടുന്നത് അത് ഞാൻ നക്കണം. എന്നിട്ട് അത് എന്താന്ന് നീ പറയണം. പറയാൻ ഇപ്പൊ എന്താ അറിയില്ല, ഞാൻ കണ്ണൂർന്നിട്ടല്ലേ ഇരിക്കുന്നു. കണ്ണൂർന്നിട്ടല്ലേ ഇരിക്കുന്നു. അല്ല, ഇപ്പൊ ഈ സാധനങ്ങള് നമ്മള് എന്ത് നക്കണം. ഐ മീൻ എന്ത് സാധനം ചൂസ് ചെയ്യുന്നത് നക്കണം. മറ്റേത് കടിക്കേണ്ടി തന്നെ വരും. ഇതില് വെച്ചിട്ടുള്ള സാധനം ഞാൻ നക്കണം. ചിലപ്പോ അതില് കടിക്കാൻ പറ്റാത്ത സാധനമാണെന്ന് വെച്ചാ കുഴപ്പമില്ല, ഞാന് കടിക്കാൻ പറ്റാത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ഇതില് ഞാൻ ഇപ്പൊ നക്കണം ഏതോ സാധനം എടുത്തിട്ട്. അപ്പൊ ഞാൻ ഇതെടുക്കാന്ന് വിചാരിക്കും. എന്താവുന്നു? ഓ ഭാഗ്യം, മുട്ടായി. മതി മതി, പതുക്കെ പകുതിയെങ്കിലും അവന് ഇല്ല. ബൈറ്റ് ഇല്ലല്ലോ, പക്ഷെ നക്ക മാത്രമേ ഉള്ളൂ. പണിഷ്മെന്റ് കൊടുത്താലോ? അപ്പൊ അവര് പണിഷ്മെന്റ് അവർ രക്ഷപ്പെട്ടു. ഇനി അടുത്തത് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാന്നുള്ളത് അവൾക്ക് നല്ല മുട്ട പണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അത്രയും നല്ല പണികളുണ്ട്. ഇപ്പോ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താന്നുള്ളത് പണി ഉണ്ടാവും, പണിയില്ലാതെ ചിലപ്പോൾ ഭാഗ്യമായിരിക്കും. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് മുന്നേ സാധനങ്ങൾ ഒരേ സൈസിലല്ലല്ലോ മടക്കി. ഒന്ന് വേറെ നീളത്തി, ഒന്ന് തിരിഞ്ഞിട്ട്. അതൊന്നും നോക്കണ്ട, എന്തായാലും ഏതെങ്കിലും ഒക്കെ നല്ല എടുക്കുള്ളൂ. ഒന്ന് പെട്ടെന്ന് ഇരിക്കും, നോക്കിട്ട് ഇരിക്കണ്ട. ഷേപ്പ് ഉണ്ടായിരിക്കും. ബൈറ്റ് ഏത് വാങ്ങിച്ച സെലക്ട് ചെയ്തോ. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഓക്കെ അല്ലേ? പറഞ്ഞ വാക്ക് വരുത്തണം. വല്ല പണിയാണോടാ? പണി ഉണ്ടാവും, നോക്കി കേട്ടോ. ഇല്ല മത്തി
കടിക്ക് പണിഷ്മെന്റ് ആയത് കുഴപ്പമില്ല, ഞാൻ പറ്റി തിന്നില്ല. പനിഷ്മെന്റ് വിചാരിച്ചാൽ അരിപ്പൊടി വെക്കും, അല്ലെങ്കിൽ കടിക്കണ്ട. ഒരു കടി വേണ്ട. എന്റെ പൊന്നോ. അപ്പൊ ശരിയായില്ലേ? അപ്പൊ കടിക്കാത്ത പക്ഷം ഈ അരിപ്പൊടിയില് ചേച്ചി മുങ്ങുന്നതായിരിക്കും. ആ മുങ്ങിയ അരിപ്പൊടി വെച്ചിട്ടായിരിക്കും ഇവിടെ നിക്കലും. കിട്ടുക അല്ലേ? വേണ്ട, പാവല്ലേ. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. എന്ത് തിന്നത്? എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു തല പെട്ടെന്ന് പൊന്തിച്ചു. അപ്പൊ ഞാനാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത ടാസ്ക് എനിക്ക്. ഓക്കെ, എന്തായാലും പൗഡർ ഇടാത്തതിന്റെ കുറവ്. അപ്പൊ ശരി, എടുത്തത് അവളെ സാധനങ്ങൾ വിൽക്കാൻ പോയിട്ടുണ്ട്. അല്ലാത്ത ചോദിച്ചാലുണ്ട് ഗൈസ്, എന്നാലും കുഴപ്പമില്ല. ആ, ഇനി അടുത്ത പണി അവനാണ്. പണിയായിരിക്കില്ല, എട്ടിന്റെ പണി കിട്ടുക. ഒന്നെവിടെ നിനക്ക് തന്നത്? എവിടെ എവിടെ കൊണ്ടോ മടക്കി നിർത്തിയിട്ടൊക്കെ വയ്ക്കാം. അപ്പൊ നീ ഷഫിൾ ചെയ്തോ, ഞാൻ അടുത്ത ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കും ബൈറ്റാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവള് ആകെ ബാക്കി അവശേഷിക്കുന്ന 2. അപ്പൊ ഞാൻ ഇത് എടുക്കാൻ പോവുകയാണ്. തക്കാളി ഇത് അടിച്ചു കാണിച്ചു തരാൻ എത്ര പ്രയാസം. ഇന്നമാതിരി വല്ല ടഫ് സാധനങ്ങളൊക്കെ വെക്കണേ. വിചാരിച്ചിട്ടാ അടിച്ചു കേട്ടോ. കഴുകാത്ത തക്കാളി ആയതുകൊണ്ട് കുഴപ്പമില്ല. പുഴുണ്ടോ നോക്ക്. ആ ടാസ്ക് ഞാൻ വിജയിച്ചിരിക്കുന്നു. അവളുടെ ഇനി അടുത്ത കൂടെ അവളുടെയാണ്. അപ്പോൾ ഞാനത് ഷഫിളാക്കി തരാം. എന്താവെന്ന് അറിയാം. ടഫായിരിക്കുമല്ലേ? സ്മെല്ല് ഇതിലേത് സ്മെല്ല് സെലക്ട് ചെയ്യും. അതിൽ 2 ഉള്ളൂ. സെലക്ട് ഇത് മാറിയോ? ഇല്ല, മാറ്റിയിട്ടൊന്നുമില്ല. അയ്യോ, കടിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അവൾക്ക് മണക്കാൻ കിട്ടിയത് മുളക്. ശരിക്കും അത് മുറിച്ച് വെക്കണമായിരുന്നു. മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും നല്ല രസമായിരിക്കും. അപ്പൊ ഇനി ലാസ്റ്റത്തെ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പൊ ഇതില് ഞാൻ ജയിച്ചു കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം മോന്തോ നിക്കില്ലേ. അടുത്തത് അന്നെ ഞാൻ നോക്കി നോക്കാം. ഇനി അടുത്തത് അവളുടെ ഒരു ഇതുണ്ട്. വലിയ പണിയൊന്നും അല്ല. ഞാൻ ആദ്യം ആയതുകൊണ്ടാണ് കേട്ടോ. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. അല്ല, ഞാനല്ലേ അങ്ങനെ എടുത്തെടുത്ത് ചെയ്തായി. ബൈറ്റ് ഇതെങ്ങനെ ബൈറ്റ് ലാസ്റ്റ് ഒന്നുള്ളൂ. ഇനിയിപ്പോ അത് സെലക്ട് ചെയ്യാനൊന്നുമില്ല. എന്താ സാധനം തുറക്കാനെ കിട്ടുന്നില്ല. എന്താ സാധനം? ചായപ്പൊടി. ചായപ്പൊടി അത് കഴിച്ചിട്ട് ചെയ്യാം. കുറച്ചും കൂടി കഴിക്ക്. മതി കഴിക്കാനല്ലേ പറഞ്ഞോളൂ. ഞാൻ കഴിച്ചു കിട്ടോ. പണിഷ്മെന്റ് ഒന്നും കിട്ടണ്ടായില്ല. കഴിച്ചിട്ടു. ഇനി അടുത്തതാ. നീ അടുത്ത ചലഞ്ച് എന്താന്ന് അത് നീ സെലക്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള സാധനം ഒരു സാധനം അല്ലേ ഉള്ളൂ. മുട്ടിന്റെ പണി ഇവിടെ അതെവിടെ? ഇതൊരു അടിപൊളി സാധനം. ഇത് ഏത് കിട്ടിയാലും സ്മെല്ല് കിട്ടി. സ്മെല്ല് കിട്ട അടിപൊളിയാണ്. മഞ്ഞപ്പൊടി നാക്കിക്കോ. തിങ്ങി നക്കാണ്ട് നാക്ക് നാക്ക് നാക്ക്. എന്താ ചോന്നകള്? രാവിലെ തേച്ച പേശി വയലന്റ് തോന്നുന്നു. ഈ മഞ്ഞപ്പൊടി ചോന്ന കളറായി. ശരി, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീട്. പക്ഷെ പണിഷ്മെന്റ് കിട്ടിയത് എനിക്ക് മാത്രമേ ഉള്ളൂ.
പണിഷ്മെന്റ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതിന്റെ മോന്ത തന്നെ കണ്ടു. നോക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ബൈ. ശരി ട്ടോ.